ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനിപ്പോൾ പുതിയ വീഡിയോ ഇടുന്നത്. വേറെ ഒന്നുമല്ല, കൊറോണയ്ക്ക് ആയിട്ട് ഫുൾ റെസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം നന്നായിട്ട് ഹെയർ കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊഴിയുന്ന ഹെയർ വെച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനത് പരീക്ഷണത്തിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില ഞാൻ എത്രയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങളുടെ ഹെയറിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സ്, അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ഞാനിത് എത്രയാണ് എടുത്തിട്ടുള്ളത്, കറ്റാർവാഴ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ജെല്ല് നന്നായിട്ട് ഇതേപോലെ എടുക്കാം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് കറ്റാർവാഴയും മുരിങ്ങയിലയും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലേശം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അരിപ്പയോ തുണിയോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നീര് എടുക്കാതെ അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത് മുടിയിലാകെ പറ്റി പിടിച്ചിരിക്കും. അത് കാരണം നമുക്ക് അതിൻ്റെ നീര് മാത്രമായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അരിക്കണ വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയതാട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് മുടിയുടെ അണ്ടയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്നും തേക്കാനായിട്ടും കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ പാക്ക് നമ്മൾ ഹെയറിൻ്റെ തുമ്പത്തേക്കൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അണ്ടയിൽ മാത്രമാണ് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മിനിമം 1 ഹവറെങ്കിലും നമ്മുടെ ഹെയറിലൊന്ന് വെച്ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക.